ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിമർമാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മെഗാ റാമ്പ് ടെസ്റ്റാണ്. അന്ന് നമ്മൾ കാറ് വെച്ചായിരുന്നു മെഗാ റാമ്പ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്തുവാണ്, നമ്മുടെ ബൈക്കുകൾ വെച്ചിട്ടാണ് ഗൈസ് നമ്മുടെ മെഗാ റാമ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുമ്പോൾ ZX10R ആണ്. ZX10Rൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 400 ആണ്. 400. കണ്ടോ ഗൈസ്, നമ്മുടെ ZX10R ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം, പെട്ടെന്ന് ഓടിക്കാം ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഗായ്സ്. അപ്പോൾ ഞാനിത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ ഈ മെഗാ റാമ്പ് ടെസ്റ്റും എല്ലാം തന്നെ ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഗായ്സ്. അപ്പോൾ എന്തായാലും ഇത് താഴെ ചെല്ലുമോ നോക്കാം. ഈ ഫാനിലൊന്നും കൊള്ളാതെ ബൈക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. എന്തായാലും താഴെ ചെന്നു, കണ്ട ഗൈസ്, താഴെ ചെന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്തായാലും താഴെ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലോട്ട് പോവാം ഗായ്സ്. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ട്രോൺ ബൈക്കാണ്. ട്രോൺ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് 6000 ആണ്, 6000. അപ്പോൾ ഗൈസ് കണ്ടോ ഗൈസ്, നമ്മുടെ ട്രോൺ ബൈക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഓടിച്ച് നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ബൈക്ക് ഓടിക്കാൻ പോവാണ് ഗൈസ്. ഇതെന്തായാലും താഴെ ചെല്ലുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാണാം. ഫാനിൽ തട്ടാനായിരിക്കും ഗൈസ് കൂടുതലും സാധ്യത, അല്ലാതെ വേറെങ്ങും തട്ടാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഒന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ഗൈസ്. ഉണ്ട് ഗൈസ്, 2 ഫാൻ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. വണ്ടിയിൽ നിന്നൊക്കെ വെറുതെ ചാടിക്കളഞ്ഞ് ഗൈസ്, വീണ്ടും ചെത്ത്. ഈ വണ്ടി എന്തായാലും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലോട്ട് പോവാം ഗായ്സ്. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഡ്യൂക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്യൂക്കിൻ്റെ ചീറ്റ് കോഡ് അടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്യൂക്കിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 7777 ആണ്. 4 വട്ടം 7 ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ ഡ്യൂക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറിയിരുന്ന് ഓടിക്കാം ഗൈസ്. ഇതെന്താണ് ഗൈസ് കയറാൻ പറ്റാത്തത്? നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് കയറി നോക്കാം ഗൈസ്. ഇതെന്താ കയറാൻ പറ്റാത്തത്? എന്തോ ബഗ് അടിച്ചെന്ന് തോന്നുന്നു ഗൈസ്, എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ പ്രശ്നമാണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് അടുത്ത ചീറ്റ് കോഡ് അടിച്ച് നോക്കാം. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് റൈഡറാണ്. ഗോസ്റ്റ് റൈഡറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 5555 ആണ്. 4 വട്ടം ഗൈസ്. ഇതും വർക്കാകുന്നില്ല, എനിക്കൊന്ന് ഗെയിം ബഗ്ഗായെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ കയറി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിതേ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്യൂക്കിൻ്റെ ചീറ്റ് കോഡ് ഒന്നുകൂടെ ഒന്ന് അടിച്ച് നോക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ കയറാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഗായ്സ്. ഇതെന്താണ് ഗൈസ് കയറാൻ കൂടി പറ്റുന്നില്ല വണ്ടിയിലോട്ട്. ഇതിനെന്തെങ്കിലും പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇതിനോട്ട് വെടി വെച്ച് പൊട്ടിച്ചേക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു കാറിൻ്റെ ചീറ്റ് കോഡ് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോലീസ് വണ്ടിയുടെ ചീറ്റ് കോഡ് തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം ഗൈസ്. കണ്ട ഗൈസ്, സ്പോണായിട്ടുണ്ട്. കണ്ട ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാനും പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് ബൈക്കിൻ്റെ ചീറ്റ് കോഡ് അടിച്ച് നോക്കാം. ചിലപ്പോൾ എങ്ങനെ വർക്കായാലോ ഗൈസ് ഇനി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഡ്യൂക്കിൻ്റെ ചീറ്റ് കോഡ് അടിച്ചു കൊടുക്കാം ഗൈസ്. 3ാമത്തെ വട്ടമാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അയ്യോ ഗൈസ്, 6000 ആയിപ്പോയി. അത് ട്രോൺ ബൈക്കിൻ്റെ ചീറ്റ് കോഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കാം ഡ്യൂക്കിൻ്റെ ചീറ്റ് കോഡ്. കണ്ട ഗൈസ്, നമ്മുടെ ഡ്യൂക്കോടെ സ്പോണ്ടാണ്. കണ്ട ഗൈസ്, നമുക്കിപ്പോൾ സിമ്പിളായിട്ട് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും അങ്ങോട്ട് ഓടിച്ചു നോക്കാം ഗൈസ്. ഇത് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. കണ്ട ഗൈസ്, നമ്മൾ വീണ്ടും ഡ്യൂക്കിൽ നിന്ന് വീണ് ഗൈസ്, വീണ്ടും ചത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വണ്ടിയുമായിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കാണ്. ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കിൻ്റെ ഈ കോഡ് 5555 ആണ് ഗൈസ്. 4 വട്ടം 5 ഗൈസ്. വീണ്ടും കയറാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബഗ് മാറ്റാനുള്ള ട്രിക്കും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ അങ്ങോട്ട് റിവീലാക്കുന്നുണ്ട് ഗൈസ്. കണ്ട ഗൈസ്, നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാറിൻ്റെ ചീറ്റ് അടിക്കുക, അതിൻ്റെ അതൊന്ന് കയറുക, തിരിച്ചിറങ്ങുക, എന്നിട്ട് നമ്മൾ വണ്ടി അടിക്കുക പോകുമ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറാമെന്നായിരിക്കും ഗൈസ്. കണ്ട ഗൈസ്, നമുക്ക് വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓടിക്കാം ഗൈസ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടി മുട്ടിയാൽ നമ്മുടെ വണ്ടി അതേ തട്ടി പറക്കും ഗൈസ്, അത് പൊട്ടുന്ന എഫക്റ്റിൽ. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ഫാൻ മാറി കടന്നിട്ടുണ്ട്. ഗൈസ്, വീണ്ടും ചത്ത്. ഒരു സൈഡിൽ പോയി ഇടിച്ച ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയായിട്ട് വരാം ഗൈസ്. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 9000 ആണ്. 9000 ആണ് ഗൈസ്. അപ്പോൾ കണ്ട ഗൈസ്, നമ്മുടെ ബ്ലാക്ക് സ്പ്ലെൻഡർ ഇവിടെ സ്പോണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാം. ഇത് പോകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഗൈസ്, നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ RPM ഒക്കെ കണ്ട ഗൈസ്,
സീനാണ്, അനങ്ങത്തില്ല ഗായ്സ്. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ബാക്കിയുള്ള ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അറിയാതെ. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളത് സേഫായിട്ട് താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ZX10R സ്പ്ലെൻഡറുമാണ് ആദ്യമായിട്ട് താഴെ വന്ന് കുത്തിയിട്ടുള്ളതെന്ന് മീൻസ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരത്തേക്ക് എല്ലാവർക്കും ബൈ.